കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ജീവിതത്തിന് ഒരർത്ഥമില്ലാത്തവരും എന്നാൽ അർത്ഥം കണ്ടെത്തുന്നവരുമുണ്ട്. ജനിച്ചതുകൊണ്ട് ജീവിക്കുകയും മരണത്തെ പേടിയുള്ളത് കൊണ്ട് ആ ജീവിതം തുടർന്നു കൊണ്ടുപോവുകയും ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ ഒരർത്ഥവും കണ്ടെത്താനായിട്ട് പറ്റുകയില്ല. ആർക്കും ഒരു ഉപദ്രവമോ ഒരു ഉപകാരമോ ഇല്ലാതെ, ഒന്നിലും ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ അവര് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്നാൽ ജീവിതത്തിൽ പല രീതിയിൽ അർത്ഥം കണ്ടെത്തുന്നവരുണ്ട്. ഒന്നാമത്തെ കൂട്ടര് ഈ ലൗകിക സുഖങ്ങളിൽ അർത്ഥം കണ്ടെത്തുന്നവരാണ്. ഈ ലോകത്തിൽ ജനിച്ചത് ഈ ലോകത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കാനും ആസ്വദിക്കാനും വേണ്ടിയാണെന്ന് ചിന്തിക്കുന്നവര്. അതിനുവേണ്ടി അവർ എന്തു വഴികളും സ്വീകരിക്കും. ലഹരിയും ലൈംഗികതയും അമിതാർഭാടവും ഒക്കെ ഇവരുടെ നിത്യ മിത്രങ്ങളായിട്ട് മാറുകയാണ്. എന്നാൽ ഇതിന് ആരെങ്കിലും തടസ്സം നിന്നാൽ അക്രമവും അവരുടെ മിത്രമായിട്ട് മാറുന്നു. രണ്ടാമതൊരു കൂട്ടരുണ്ട്. അവർ തങ്ങൾ സ്നേഹിക്കുന്നവരിലും തങ്ങളുടെ സ്വപ്നങ്ങളിലും അർത്ഥം കണ്ടെത്തുന്നവരാണ്. സാധാരണ മനുഷ്യരാണ് അവർ. എന്നാൽ ഈ പ്രിയപ്പെട്ടവർ മരണമടയുമ്പോൾ അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാതെ വരുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ അർത്ഥം നഷ്ടപ്പെടുന്നു. പിന്നെ ജീവിതം അവസാനിപ്പിക്കണമെന്നാണ് അവർ ചിന്തിക്കുന്നത്. അവരെ നമ്മൾ ചേർത്ത് നിർത്തേണ്ടതാണ്. മൂന്നാമതൊരു കൂട്ടര് ചില ആശയങ്ങളിൽ അർത്ഥം കണ്ടെത്തുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വസിക്കുന്ന ആശയങ്ങളെ ലോകത്തിൽ മുഴുവൻ പ്രചരിപ്പിക്കാനും അതിന് തടസ്സം നിൽക്കുന്ന ആശയങ്ങളെയോ പ്രസ്ഥാനങ്ങളെയോ മറ്റേതു വിഭാഗക്കാരെയോ ഇല്ലായ്മ ചെയ്യാനും അവർക്ക് യാതൊരു മടിയുമില്ല. തീവ്രവാദവും ഫാസിസവും നാസിസവും കമ്മ്യൂണിസവും ഒക്കെ ഇത്തരത്തിലുള്ളതാണ്. പ്രത്യക്ഷത്തില് ഇവര് ചില വിഭാഗക്കാർക്ക് ഉപകാരമാണെന്ന് തോന്നുന്നുവെങ്കിലും ലോകത്തിന് ഈ രണ്ടു കൂട്ടരും മഹാവിപത്ത് തന്നെയാണ്. നൈജീരിയയിലും കോങ്കോങ്ങിലും മണിപ്പൂരിലും ഇപ്പോൾ ബംഗ്ലാദേശിലും ഒക്കെ നടക്കുന്ന ഈ തീവ്രവാദങ്ങളും അക്രമങ്ങളുമൊക്കെ ഇതിന് ഉദാഹരണങ്ങളല്ലേ. എന്നാൽ നാലാമതൊരു കൂട്ടരുണ്ട്, ജീവിതത്തിന് സ്ഥായിയായിട്ടുള്ള ഒരു അർത്ഥം കണ്ടെത്തുന്നവര്. ഇവരുടെ അർത്ഥം സ്നേഹനിധിയായ കാരുണ്യവാനായ ദൈവത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളവര് ലോകത്തിനെന്നും ഒരു മുതൽക്കൂട്ടായിട്ട് മാറുന്നു. പ്രിയമുള്ളവരെ, ചോദ്യം നമ്മളോട്, ഇതിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നവരാണ് നമ്മൾ? ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുന്നവരോ ജീവിതത്തിന് അർത്ഥമില്ലാത്തവരോ? ഇനി ജീവിതത്തിൽ അർത്ഥം കണ്ടെത്തുന്നവരാണെങ്കിൽ എന്താണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്നത്? നിസ്സംശയം പറയാം, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ദൈവത്തിലാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തേണ്ടത്. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവത്തിലാണോ നമ്മൾ അർത്ഥം കണ്ടെത്തുന്നത്? അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് സാധിക്കാം? അതിനുള്ള വഴികളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. 3 കാര്യങ്ങളാണ് ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നത്. ഒന്നാമതായിട്ട്, ഒരിക്കലും നശിക്കാത്ത സ്വർഗരാജ്യത്തിൽ നമ്മൾ നിക്ഷേപം കരുതി വെക്കണമെന്നാണ്. മനുഷ്യന്റെ ഒരു പൊതു സ്വഭാവം എല്ലാം ഭാവിയിലേക്ക് ശേഖരിച്ച് വെക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈ പൊതു സ്വഭാവത്തിലുപരിയായിട്ട് ജീവിതത്തിൽ ഓരോ നിമിഷവും ഈ ഭാവിക്ക് വേണ്ടിയുള്ള കരുതലായിട്ട് മാറുമ്പോൾ ജീവിതം മടുപ്പും വിരസവുമായിട്ട് തീരുന്നു. അമിതമായി കരുതി വെച്ചതൊക്കെ നഷ്ടമായി തീരുകയും ചെയ്യുന്നു. പുറപ്പാടിന്റെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തില് മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ ഇസ്രായേൽ ജനത്തിന് അവരുടെ വിശപ്പ് മാറ്റാൻ ദൈവം സ്വർഗത്തിൽ നിന്നും മന്ന പൊഴിക്കുന്ന രംഗം നമ്മൾ വായിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ അളവും ദൈവം നിശ്ചയിക്കുന്നുണ്ട്. എന്നാൽ അളവിൽ കൂടുതലായി ഇസ്രായേൽ ജനം മന്ന ശേഖരിച്ചു. നേരം വെളുത്തപ്പോ ഈ അമിതമായി ശേഖരിച്ചു വെച്ചതൊക്കെ പുഴുത്തുപോയെന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 20-ാം വാക്യത്തില് ഭോഷനായ ധനികനോട് ദൈവം ചോദിക്കുന്നുണ്ട്, ഇന്നു രാത്രിയിൽ നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ഞാൻ ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നതൊക്കെ ആരുടേതാവും? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന് ആവശ്യമായതൊക്കെ നമ്മൾ ഒരുക്കി വെക്കണം. എന്നാൽ ജീവിതം മുഴുവൻ ഇതിനു വേണ്ടി മാറ്റി വെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥവും ഇല്ലാതായിട്ട് വരുന്നു. ഈശോ പറയുക, ഒരിക്കലും നശിക്കാത്ത സ്വർഗരാജ്യത്തില് നിക്ഷേപം കരുതി വെക്കുക എന്നുള്ളത് ഈ ജീവിതത്തിനപ്പുറം മറ്റൊരു ജീവിതമുണ്ടെന്ന് ഈശോ ഉറപ്പു നൽകുകയാണ്. അത് നമുക്കെങ്ങനെ സ്വായത്തമാക്കാം? മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തില് ഈശോ പറയുന്നുണ്ട്, എൻ്റെ ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോഴൊക്കെ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന്. ഈ ദുരന്തമുഖത്ത് എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർക്കായിട്ട് തങ്ങളുടെ വീടും സമ്പത്തും സഹായവും പ്രാർത്ഥനകളും എല്ലാം ഒരു വിഷമവും കൂടാതെ വിട്ടു നൽകുന്ന സഹോദരങ്ങളില്ലേ? ഇത്തരത്തിലുള്ള മനുഷ്യരൊക്കെ സ്വർഗരാജ്യത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുന്നവരാണ്. ഈശോ പറയുന്നുണ്ട്, എൻ്റെ ഈ ചെറിയവരിൽ ഒരുവന്, ഒരു ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളം കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു.
രണ്ടാമതായി ഈശോ പറയുക, ജീവിതം മുഴുവൻ പ്രകാശിക്കാൻ കുറ്റമറ്റ കണ്ണിന് ഉടമയായിരിക്കുക എന്നുള്ളതാണ്. കണ്ണ് ദുഷിച്ചതാണെങ്കിൽ നമ്മുടെ ജീവിതം മുഴുവൻ ഇരുണ്ടു പോകും. നമുക്കറിയാം, കാണണമെങ്കിൽ പ്രകാശം നിർബന്ധമാണ്. ഏതെങ്കിലും ഒരു പ്രകാശം പോരാ, നല്ല വ്യക്തമായിട്ടുള്ള പ്രകാശം. അതുകൊണ്ടാണല്ലോ അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്നും, അരണ്ട വെളിച്ചത്തിൽ നിന്നും, മറ്റ് ഹാനികരമായ പ്രകാശത്തിൽ നിന്നുമൊക്കെ നമ്മൾ നമ്മുടെ കണ്ണിനെ സംരക്ഷിക്കുന്നത്. നമ്മുടെ ജീവിതം മുഴുവൻ പ്രകാശിക്കാൻ തക്ക ഒരു യഥാർത്ഥ വെളിച്ചം ക്രിസ്തുവല്ലാതെ മറ്റാരാണ്? ഈശോ തന്നെ പറയുന്നില്ലേ, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കുമെന്നുള്ളത്. പ്രിയമുള്ളവരെ, ഈ നിത്യജീവൻ എന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ നമുക്കുണ്ടായിരിക്കേണ്ട ഒരേ ഒരു വഴി പ്രകാശത്തിന്റെ വഴിയാണ്. ആ പ്രകാശം ക്രിസ്തു തന്നെയാണ്. സങ്കീർത്തകൻ പറയുന്നില്ലേ, അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതിയിൽ പ്രകാശവുമാണെന്ന്. മൂന്നാമതായി ഈശോ പറയുക, സമ്പത്തിനെയും ദൈവത്തെയും ഒരുമിച്ച് സേവിക്കാൻ സാധിക്കുകയില്ല എന്നാണ്. ഏതെങ്കിലും ഒന്നിനെ സ്വീകരിക്കാൻ മറ്റൊന്നിനെ നമ്മൾ തള്ളിക്കളയേണ്ടിയിരിക്കുന്നു. രണ്ടു വെള്ളത്തിൽ ഒന്നിച്ച് കാല് വയ്ക്കരുതെന്നുള്ള പഴമൊഴിയും ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതല്ലേ? അതുകൊണ്ടാണ് തന്നെ അനുഗമിക്കാൻ വന്ന യുവാവിനോട് ഈശോ പറയുക, നിനക്കൊരു കുറവുണ്ട്, പോയി നിനക്കുള്ളതെല്ലാം ദരിദ്രർക്ക് വിൽക്കുക എന്ന്. വീണ്ടും ഈശോ പറയുന്നു, ധനികൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എത്രയോ ദുഷ്കരമെന്ന്. പ്രിയമുള്ളവരെ, സമ്പത്ത് എപ്പോഴും ദൈവത്തിനെതിരെ നിൽക്കാനായിട്ടുള്ള ഒരു വഴിയായി മാറിയിരിക്കുകയാണ്. പക്ഷെ നമുക്കൊരു സംശയമുണ്ടാകും. പഴയ നിയമത്തിലെ പൂർവ്വപിതാക്കന്മാരായ അബ്രാഹത്തിനും ഇസ്ഹാക്കിനും യാക്കോബിനും ധാരാളം സമ്പത്തുണ്ടായിരുന്നു. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയായ ജോബിനും ദൈവം ധാരാളം സമ്പത്ത് നൽകി. അത് നശിച്ചതിന് ശേഷം വീണ്ടും അതിന് 7 ഇരട്ടിയായിട്ട് ദൈവം കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോ സമ്പത്തിനെതിരെ പറയുന്നത്? ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഈ സമ്പത്തിന് ദൈവത്തെക്കാൾ അധികം പ്രാധാന്യം നൽകുമ്പോൾ അത് ഉറപ്പായിട്ടും ദൈവത്തിനെതിരായി മാറുകയാണ്. അത് കണ്ടുപിടിക്കാൻ ഒരേ ഒരു കാര്യമേ നമ്മൾ നോക്കേണ്ടതുള്ളൂ. ദൈവത്തിന് വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്താൻ നമുക്ക് ധൈര്യമുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിനാണ് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്. എന്നാൽ നമ്മുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ദൈവിക കാര്യങ്ങളെ നമ്മൾ മാറ്റിവെക്കുമ്പോൾ ഉറപ്പായും നമ്മുടെ യജമാനൻ സമ്പത്ത് തന്നെയാണ്. നമ്മൾ ഓരോരുത്തരുമാണ് തീരുമാനിക്കേണ്ടത്, ആരാണ് എനിക്ക് പ്രിയപ്പെട്ടത്. സ്നേഹമുള്ളവരെ, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകേണ്ടതാണ്. ഏതെങ്കിലും ഒന്നിൽ അർത്ഥം കണ്ടെത്തിയാൽ പോരാ, ദൈവത്തിലും ദൈവത്തിന്റെ സുവിശേഷത്തിലും നമ്മൾ അർത്ഥം കണ്ടെത്തണം. അപ്പോൾ നമ്മുടെ ലക്ഷ്യം നിത്യജീവനായിട്ട് മാറും. ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്ന വഴി ക്രിസ്തു എന്ന പ്രകാശമാണ്. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിതം അർത്ഥപൂർണമാക്കി ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. കർത്താവിന്റെ കൃപ നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.